ഇന്നിവിടെ കൂടിയിരിക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. നാം ഇവിടെ നിന്ന് ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രേയ എന്ന 10 വയസ്സുകാരി ചെസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടി വിവരം നാം എല്ലാവരും ഇതേ സമയത്ത് അറിഞ്ഞിരിക്കുമല്ലോ. ആ കുട്ടിയെ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത്. ശ്രേയ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും തന്ന സ്നേഹവും കരുതലോട് മാത്രമാണ് ഞാനിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. കുഞ്ഞുകാലം മുതൽ ഞാൻ ചെസ് കളി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ചെസ് കളി പഠിപ്പിച്ച എൻ്റെ അപ്പച്ചനാണ്. അപ്പച്ചനാണ് എൻ്റെ ഗുരു. ഈ സമ്മാനം എനിക്ക് കിട്ടിയത് എൻ്റെ അപ്പച്ചൻ്റെ കഴിവുകൊണ്ടാണ്. എനിക്ക് ഈ സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓടിക്കൊണ്ട് കൊടുത്തത് എൻ്റെ അപ്പച്ചനാണ്. കാരണം എൻ്റെ അപ്പച്ചനാണ് എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ശ്രേയയുടെ മാതാപിതാക്കളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒന്നും അല്ലാതിരുന്ന എന്നെ ഈ 10 പേരുടെ മുമ്പിൽ അറിയുന്ന ഒരാളാക്കിയത് എൻ്റെ ഈ പൊന്നുമോളാണ്. ഇവളെന്നാ മത്സരത്തിൽ വിജയിച്ച് സമ്മാനം എൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ എനിക്ക് ഉണ്ടായ അഭിമാനം, ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ മോൾക്ക് എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇവളെ എൻ്റെ ഒരു സ്വപ്നമാണ് ഇവളെനിക്ക് നേടിത്തന്നത്. ഇവളിലൂടെ ഞാൻ നേടിയെടുത്തത്. ഇതിൽ കൂടുതൽ ഒരു അച്ഛന് ഒരു മോൾ എന്ത് ചെയ്താൽ അറിയേണ്ടത്. എന്ത് പറഞ്ഞ ആശുപത്രി പോയിട്ട്? ഒന്നും പറയണ്ട മാമേ, ഞാൻ ആകെ വിഷമത്തിലാണ്. എന്താണ്? ആശുപത്രി പോയപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ ഉണ്ട്. എനിക്കപ്പോൾ മനസ്സിലായി. തലകറിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലാണ്ട് പെങ്ങളാക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. അതിന് കാരണം എന്തിനാണ്? ചേട്ടൻ പറയണത് ഇപ്പൊ ഈ കുഞ്ഞിനെ വേണ്ടെന്നാണ്. കുഞ്ഞിനെ വേണ്ടെന്നാ? കൊച്ചിന് വേണ്ടെന്നാ? അവരെന്ത് വർത്താനം പറയണത്? അതല്ല മാമേ, ചേട്ടന് ഇപ്പൊ പണിയൊന്നും ശരിയായിട്ടില്ല. കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല. അത് പറഞ്ഞാൽ ശരിയാവില്ല. അത് കളയാനൊന്നും പറ്റൂല. നീ വാ, ഞാൻ പറയാം. തോന്നിക്കാം, വാ. അതെന്തേ രവിയേ, നീ എന്താടാ പറഞ്ഞത്? കൊച്ചിനെ കൊല്ലാനാ? എൻ്റെ അമ്മാമ ജീവിതം തുടങ്ങിയുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അമ്മാമ ഇതൊന്നും ശരിയാവൂല. അത് ഇപ്പൊ തന്നെ വാടക വീട്ടിലാണ് ഇവിടെ കിടക്കുന്നത്. സ്ഥിരമല്ലാത്തൊരു ജോലി, അതിലൂടെ കുഞ്ഞുകുട്ടി പരാതനും ഇതൊന്നും ശരിയാവില്ല. എപ്പോഴും ശരിയാവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പെങ്കൊച്ചായാലും ആങ്കൊച്ചായാലും ദൈവം തന്നതാണ്. അപ്പൊ വിചാരിക്കുമ്പോ കിട്ടുന്ന കാര്യമല്ല ഇത്. എൻ്റെ അമ്മാമ അതൊക്കെ ഇനിയും കിട്ടും. അത് പറ്റൂല. ദൈവം തന്നത് വിട്ടു കളഞ്ഞാൽ പിന്നെ കിട്ടൂല. ദൈവത്തിന് ഇഷ്ടമുണ്ടാവൂല അപ്പ തരാൻ. ഓരോരുത്തരും ദൈവം മനസ്സറിഞ്ഞ് തന്നിട്ട് അതിനെ നോക്കാണ്ട് കളഞ്ഞുകൊണ്ട് പിന്നെ വേറെ പോണ കിട്ടൂല. ചിലപ്പോ ഈ കുഞ്ഞുകാരനായിരിക്കും നീ രക്ഷപ്പെടാൻ പോണത്. ഈ കുഞ്ഞിന് ഒരു കാരണവശാലും കളയരുത്. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രേയക്കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ നമ്മുടെ കുടുംബശ്രീ അംഗമായ മേരി അമ്മാമ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.